ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വിഷുവിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പായസവും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടനോട് ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വിഷുവിനൊക്കെ നല്ല പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാറാകാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ 2 പായസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു നമുക്ക് പാലട പ്രഥമൻ ആ ഒരു സ്റ്റൈലിലൊക്കെ വരുന്ന മക്രൂണിയും അതുപോലെ തന്നെ മാങ്ങയും വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്കായിട്ട് ഞാൻ 2 നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം മാങ്ങയൊക്കെ നല്ല അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. പഴുത്ത മാങ്ങ എടുക്കാം, മധുരമുള്ളത് എടുക്കുക. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റുള്ള മാങ്ങ എടുക്കുക കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള. പിന്നെ ഇതാ മക്രൂണി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ്, കപ്പളവിൻ്റെ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അരക്കപ്പ്, അര ഗ്ലാസ് അത്രയും മക്രൂണി എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. നമ്മുടെ പാലട പ്രഥമനൊക്കെ നമ്മൾ പാലട പായസത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു അടയില്ല, അരിയട, അതിൻ്റെ ആ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജാറിലിട്ടിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പേ അത് അളവ് ഉണ്ടാവുള്ളൂ, അത്രയും മതി. ഇനിയിപ്പോൾ ദാ മാങ്ങ ഞാൻ അതിൽ നിന്ന് ഒരു മാങ്ങ, ആ ചെറിയ മാങ്ങ തൊലി കളഞ്ഞ് ഒന്ന് പൾപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ഉരുളി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1-2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇതാ നമ്മൾ പൾപ്പാക്കി വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, മാങ്ങ പ്യൂരിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ, അപ്പോൾ ഇതാ ഞാൻ മാങ്ങേൻ്റെ പൾപ്പ് മുഴുവനായിട്ട് തന്നെ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യിൽ നമുക്ക് മാങ്ങ വേവിക്കാണ്ടേ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ നെയ്യിലും മാങ്ങ ഇങ്ങനെ വരണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ മാങ്ങയും നെയ്യുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് എന്തായാലും ഇപ്പോഴത്തെ മാങ്ങയൊക്കെ പുളി ഉണ്ടാവും അല്ലേ, എത്ര മധുരം ഉണ്ടെന്ന് പറഞ്ഞാലും ചെറിയൊരു പുളിപ്പുണ്ടാവും, നമ്മൾ പാലൊക്കെ ചേർക്കേണ്ടതല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. എന്തായാലും പായസത്തിലേക്ക് നമുക്ക് മധുരം വേണം. അപ്പോൾ മാങ്ങയിലേക്ക് കുറച്ച് മധുരം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനൊരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 5-10 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും അതിൽ നിന്ന് ആ പഞ്ചസാരയ്ക്കൊന്ന് മെൽറ്റായി ആ മാങ്ങയിലേക്കൊന്ന് പിടിച്ച് നന്നായിട്ട് എന്താ പറയുക നല്ലൊരു ടെക്സ്ചറിലേക്ക് അത് വരും കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ചിലേക്ക് വരും. ഹൈ ഫ്ലെയിമിലൊന്നും ആക്കിയിട്ടൊന്നും വരട്ടിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടയൊന്നും കെട്ടാതെ നല്ലതാണ് ഈ ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാനത് മുഴുവനായിട്ട് ഇതാ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം, അതൊന്ന് തണുത്ത് വരണം. നമുക്ക് പാലിൻ്റെ മിക്സ് റെഡിയാക്കുമ്പോഴത്തേക്കും അത് തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ അളവ് 1 ലിറ്റർ പാലിലാണ് കേട്ടോ. അതായത് 2 പാക്കറ്റ് പാലിൻ്റെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ പാലൊക്കെ കൂട്ടിയെടുക്കുമ്പോൾ കൂടുതൽ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് എല്ലാം ഞാൻ പറയുന്ന എല്ലാം കൂട്ടിയെടുക്കണേ. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാലിലേക്ക് 1 ലിറ്റർ പാലിലേക്കുള്ള മാങ്ങയാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഇതാ പാല് ഞാൻ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു, തിളക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തിള വരുന്നുണ്ട് കേട്ടോ. പാല് തിളച്ച് വരട്ടെ. എന്നിട്ട് ആ ഒരു സമയം ഞാൻ നമ്മളെ മക്രൂണിയില്ലേ അത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണൊക്കെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തോ. അതിങ്ങനെ കട്ട കെട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. മക്രൂണി വേവിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, നമ്മൾ അടയൊക്കെ ചെയ്യില്ല, അതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാലിതാ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള മക്രൂണി ചേർത്ത് കൊടുക്കണേ. നമ്മളെ മാങ്ങയില്ലേ അത് വരട്ടിയെടുത്തത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് തണുത്തിട്ടാണ് നമ്മളിതിലേക്ക് പാലിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ പാലിൽ ഡയറക്റ്റ് ചൂടോടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ പിരിഞ്ഞു പോട്ടെ. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഫ്ലോപ്പ് ആവുന്ന കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പായസം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ ഞാനും നമ്മൾ മക്രൂണി വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തതാണ് കേട്ടോ. അത് ഊറ്റിയെടുക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഞാൻ ആ കാണിച്ച അളവില്ലേ, അതായത് 1/2 കപ്പ് മക്രൂണി ക്രഷ് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുത്തത് നമ്മൾ ചെയ്തിട്ടുള്ള അത് ഇത്രയും ഉണ്ടാവും കേട്ടോ. ഈ ഒരു അളവിലേക്ക് ഈ ഒരു അളവ് മക്രൂണി കറക്റ്റാണ്. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ ഈ മക്രൂണിയൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് കട്ട കെട്ടാൻ ചാൻസ് കൂടുതലാട്ടോ. അപ്പം നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, പച്ചവെള്ളം. അല്ലെങ്കിൽ അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, രണ്ടായാലും കുഴപ്പമില്ല. അതെന്തിനാന്ന് വെച്ചാൽ ഓവർ ഇങ്ങനെ കട്ട കുത്തിയിട്ട് അങ്ങനെ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്താലും കട്ടകൾ അവിടെ ഉണ്ടാവും, അത് വരാണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മക്രൂണി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. കട്ട കെട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ പാലിലേക്കുള്ള മധുരം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് അതിൽ തന്നെ ചേർത്ത് കൊടുക്കണ്ട, നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനും പറ്റും, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച്, ഞാൻ അതൊന്നും ഒരു കറക്റ്റ് കണക്ക് പറഞ്ഞു തരുന്നില്ല. ഇനി നന്നായിട്ട് തിളച്ച് ഈ പാലിൽ കിടന്നിട്ട് മക്രോണി ഒന്നുകൂടെ ആ മധുരമൊക്കെ പിടിച്ച് റെഡി ആവാനായിട്ടുള്ള, നമ്മൾ അടപ്രഥമൻ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് സെറ്റായി കുറുകി നമ്മളൊരു ഇഷ്ടത്തിനുള്ള ഒരു കുറുകലും കാര്യങ്ങളിലേക്കൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. അതാണ് ഇനിയുള്ള കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ പാലട പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അട മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അല്ലേ, പക്ഷേ ഇതിലേക്ക് നമ്മൾ മാങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാര്യം നമ്മളിതിൽ മക്രോണിയും ചേർക്കുന്നുണ്ട്, പോരാത്തത് മാങ്ങയും ഉണ്ട്. അപ്പോൾ അത്രയും കുറുകി വരണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ മക്രോണി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നതുകൊണ്ട് ഇതാ പാലിലും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തപ്പോഴത്തേക്കും അടയൊക്കെ മുകളിലേക്ക് വന്ന് പാലും അടയും ഒരുമിച്ചായിട്ടുണ്ട് കേട്ടോ. ആ രീതിയിലാവണം കേട്ടോ നമ്മൾ പായസം ചെയ്യുന്ന സമയത്ത്. പാലും അതാണ് കറക്റ്റ് കുക്കായതിൻ്റെ അടയാളം, അതാണ് പാലും അടയും കൂടെ ഒരുമിച്ചിങ്ങനെ തിളക്കും. അതിങ്ങനെ അട എന്ന് പറയുന്നുണ്ട് ഞാൻ. നമ്മൾ മക്രൂണി താഴത്തേക്കും പാല് മുകളിലേക്കും ആയിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാക്കരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പായസം റെഡിയായി കഴിഞ്ഞാലും ആ ഒരു ഫീൽ തന്നെയാണ് ഉണ്ടാവുക. കാര്യം ഈ മക്രൂണിയൊക്കെ താഴെ ഉണ്ടാവും, പാല് മുകളിലും ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നതിനേക്കാളും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പാലൊക്കെ കണ്ടോ നമ്മൾ ഒഴിച്ചത് കുറച്ചൊക്കെ ഒന്ന് വറ്റി, ഒരുപാട് വേണ്ട, വറ്റി ഈ ഒരു തിക്നെസ്. നിങ്ങൾ അതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു, അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആ രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ. കുറച്ച് ഞാനത് വിട്ടുപോയത് അവസാനം ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ കണ്ടോ കുറച്ച് പച്ച നെയ്യ് 1-2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഏതൊരു പായസത്തിലേക്കും നമ്മൾ പച്ച നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പായസത്തിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചേർക്കാറുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ ഇതാ 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഏലക്കപ്പൊടി ഒരിക്കലും നിങ്ങൾ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പായസത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഏലക്കപ്പൊടി കൊണ്ടുപോകും. അപ്പോൾ അത് ഉണ്ടാവരുത്. നമുക്കിത് മാങ്ങേൻ്റെ ഫ്ലേവറാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിതിൽ ഏലക്കപ്പൊടി ചേർക്കാത്തത് കേട്ടോ. ഇനിയൊന്നുമില്ല, ഈ ഒരു മിക്സില്ലേ ഇതൊന്ന് തണുത്ത് വരണം. അപ്പോഴത്തേക്കും നമ്മളെ മാങ്ങയും ഒന്ന് തണുത്ത് വരണം. ഇപ്പോൾ ഇതാ രണ്ടും നല്ല പാകത്തിന് ഒരുപാട് ഇങ്ങനെ തണുത്ത് ഐസാവേണ്ട കാര്യമില്ല, ഇളം ചൂടിലേക്ക് പോയാൽ മതി, അത് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് മിക്സാക്കുക, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ മാങ്ങയും ആ ഒരു നല്ല ചൂടൊക്കെ വിട്ട് ഒന്ന് ആറിയിട്ടുണ്ട്. ഇതും പാലിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടും കൂടെ മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ മാങ്ങേൻ്റെ പൾപ്പ് കുറച്ച് കൂടിപ്പോയി, പാല് കുറച്ച് കുറഞ്ഞു പോയി, ഒരുപാടങ്ങ് തിക്കായിപ്പോയി മിക്സാക്കി എടുക്കുമ്പോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരാനുണ്ട് ചിലപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഫ്ലോപ്പായി പോവാത്തൊരു പായസമാണിത്. കാര്യം നിങ്ങൾ എക്സ്ട്രാ പാൽ അവിടെ കരുതിയാൽ മതി. ഇനി എക്സ്ട്രാ ഒരു മാങ്ങയും കൂടെ അവിടെ കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാങ്ങ സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പൾപ്പാക്കിയിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അല്ല ഒരുപാടങ്ങ് തിക്കായിപ്പോയി എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ രണ്ടാണെങ്കിലും സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഫ്ലോപ്പ് ആവാത്തൊരു പായസമാണെന്ന്. പിന്നെ ഇതാ നമ്മൾ മാങ്ങ ചേർക്കുന്ന സമയത്ത് കുറച്ച് പാൽ അങ്ങോട്ടേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആക്കിയെടുക്കുകയാണെങ്കിൽ കട്ട കെട്ടാതെ നല്ല ഈസി ആയിട്ട് നല്ല മെൽറ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഞാനൊരു വിസ്ക് എടുത്തിട്ട് ഇളക്കുന്നുണ്ട്. ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു മക്രോണിയും നമ്മുടെ മാങ്ങയും പാലും എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ പായസം ഇവിടെ സെറ്റാണ് കേട്ടോ. നമ്മൾ പച്ചനെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾ ചോദിക്കും മക്രൂണിക്ക് പകരം വേറെ എന്തെങ്കിലും പറ്റുമെന്ന്. മക്രൂണിക്ക് പകരം നിങ്ങൾക്ക് സാബുനരി ഇല്ലേ, ചൗവരി,
അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് ഇതുപോലെ തന്നെ മക്രോണി പോലെ തന്നെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ മക്രോണീൻ്റെ രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഉണ്ടാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ചേർത്തിട്ടില്ലെങ്കിലും ആ ഒരു ടെക്സ്ചറുള്ള പായസം, ഒരു ക്രീമി പായസമാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് വിചാരിച്ച് ടെൻഷനാവൊന്നും വേണ്ട. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ പായസത്തിൻ്റെ ലുക്കൊന്ന് നോക്കി നോക്ക്, അടിപൊളിയല്ലേ? വറവിടൽ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച ആ നെയ്യില്ല, അത് തന്നെ മതി കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ള പായസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അരിയടയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അരിയട ഒരു അരക്കപ്പളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയ സൈസാണ്. നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചെറിയ സൈസ് അരിയടയില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന പായസം പ്രഥമനാണ് കേട്ടോ. അതായത് അടപ്രഥമൻ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ശർക്കര വെച്ചിട്ട് ആ ഒരു പായസം ആ ഒരു രീതിയിൽ ഇഷ്ടമുള്ളവരും ഉണ്ടാവില്ലേ. പിന്നെ ഇത് വിഷുവിന് മാത്രമല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ, അടുത്ത പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പായസമാണ്. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. കിടലൻ പായസം തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ അരക്കപ്പളവിൽ നമ്മുടെ അരിയട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേവിക്കേണ്ടത് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും അല്ലേ. തിളച്ച വെള്ളത്തിൽ നമ്മളിത് കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കും, അങ്ങനെയല്ലേ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു പാൻ എടുത്തിട്ട്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ അട ചേർത്ത് കൊടുക്കുക. അരിയട തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക, കുറഞ്ഞു പോകണ്ട. അതുകൊണ്ട് ഇത്രയൊന്നും ആവശ്യമില്ല, എന്നാലും ഞാൻ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും അത് തുറന്ന് നോക്കി വെള്ളമില്ല അങ്ങനെ ആക്കണ്ട, ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തോ. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക, അടച്ച് വെച്ച് കൊടുക്കുക. അരമണിക്കൂർ അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ അടയല്ലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് വരട്ടെ. മാക്സിമം അരമണിക്കൂർ മതി കേട്ടോ. അതിന് മുമ്പ് എടുക്കണ്ട. അരമണിക്കൂർ ആയതിന് ശേഷം അത് ഓപ്പണാക്കി നോക്കിയാൽ മതി. എന്നിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. ആ ഒരു വെള്ളത്തിൽ നിന്ന് അടയില്ലേ അതൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഡ്രെയിൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കറക്റ്റ് കണക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ എല്ലാം ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ നമ്മളെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ അടയില്ലേ, വേവിച്ച് വെച്ചിരിക്കുന്ന അടയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തേങ്ങേൻ്റെ പാല് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാലും 1ാം പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അട മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അട നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ അരിയട അതിൽ കിടന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ കിടന്നിട്ട് നമ്മൾ കുക്കാവാനൊന്നുമില്ല, പക്ഷെ അതിലൊന്ന് മധുരം പിടിച്ച് ഒന്ന് കുറുകി സെറ്റാവാനേ ഉള്ളൂ കേട്ടോ തേങ്ങാപ്പാലിൽ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിൽ തന്നെ കുറേ സമയം തിളപ്പിക്കേണ്ട, തിളച്ച് വന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു തേങ്ങേൻ്റെ 2ാം പാല്, കുറച്ച് വെള്ളം കൂട്ടിയെടുത്ത് 2ാം പാല് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് ഇതിൽ കിടന്നിട്ട് നമ്മൾ ആ ഒരു അടയില്ലേ അതിൽ ആ തേങ്ങാപ്പാലൊക്കെ പിടിച്ച് മധുരമൊക്കെ പിടിച്ച് വെന്ത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇത് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും പാലൊക്കെ ഒന്ന് കുറുകി വരണം. നമ്മൾ ഇപ്പോൾ അടപ്രഥമൻ പായസമൊക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു തിക്നെസ് അറിയില്ലേ. ഇനിയിപ്പോൾ ടൈറ്റായിട്ട് എടുക്കേണ്ടവർ ഇങ്ങനെ ഇലയിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കേണ്ട ആ ഒരു രീതിയിൽ എടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ തിക്കാക്കി എടുക്കുക. അല്ല ലൂസായിട്ട് ഇങ്ങനെ കുടിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് വറ്റുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കൊന്നും വേണ്ട. നമ്മൾ കിച്ചണിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പോയാൽ മതി കേട്ടോ. കാര്യം നമ്മൾ ഇതിന്ന് വറ്റി വരണം. ആ കുറുകുന്ന സമയത്താണ് അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് തിളച്ച് വറ്റി കുറുകി അതിൻ്റെ ഒരു പാകത്തിലേക്ക് എത്തി വരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, ആ വെള്ളമൊക്കെ എന്താ പറയുക, എക്സ്ട്രാ ഉള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി അതിൽ കിടന്നിട്ട് ആ ഒരു അടയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി സെറ്റായി. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തേങ്ങാപ്പാലും അതിൻ്റെ മിക്സും ആ ഒരു അടയും തമ്മിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം കേട്ടോ. തിളക്കുമ്പോൾ അട അതിൻ്റെ മുകളിലേക്ക് തന്നെ പൊങ്ങി നിൽക്കണം, അല്ലെങ്കിൽ രണ്ടും വേറിട്ട് ആയിപ്പോ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഇതാ നല്ല കറക്റ്റായിട്ട് എല്ലാം കുക്കായിട്ട് വന്നു. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. നമുക്ക് ഇനി കുറച്ച് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ ഉപ്പ് ചേർത്ത് കൊടുക്കില്ല. നമുക്ക് ഉപ്പ് ചേർത്ത് ടേസ്റ്റ് ആട്ടോ നമുക്ക് ഇഷ്ടം. അപ്പോൾ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തോ, ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുറച്ച് സമയം പിടിക്കും, പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ 1 പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു തേങ്ങേനെ നല്ല കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ചൂടായി വന്നാൽ മതി, തിളച്ച് മറയേണ്ട കാര്യമില്ല, തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ഈ ലാസ്റ്റത്തെ ആ ഒരു 1 പാലില്ലേ, അതൊഴിച്ചാൽ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ലുക്കേ മാറും കേട്ടോ. ടേസ്റ്റൊക്കെ വേറെ ലെവലിലേക്കായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്, അത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്, തിളപ്പിക്കണ്ട. ഇനിയില്ലേ, ഇത് നമ്മൾ കഴിക്കേണ്ട ആ ഒരു പായസമെല്ലാം ഒന്ന് സെറ്റായി തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മളെ പാകത്തെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. ഞാനിപ്പോൾ ഇന്നാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇത് തണുത്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ ഓഫാക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്കും ഞാൻ ഒരു ടീസ്പൂൺ 1-2 ടീസ്പൂൺ പച്ച നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ കുറേ നെയ്യാവുമല്ലോ എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ വറവിടാൻ എടുക്കൂലേ, അതായത് കശുനട്ടും കിസ്മസൊക്കെ വെച്ചിട്ട് നമ്മൾ വറവിടൂലേ, അതിൽ നിന്ന് എടുക്കുന്ന 2 ടീസ്പൂൺ നിങ്ങൾ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് 1 ടീസ്പൂണിൽ നിങ്ങൾ കശുനട്ടും കിസ്മസും വറുത്താൽ മതി. കാരണം ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇങ്ങനെ പച്ച നെയ്യ് ഒഴിക്കുന്നതിന് ടേസ്റ്റ് കൂടുക, ഹെൽത്തിയുമാണ് അങ്ങനെ ചൂടാക്കാത്ത നെയ്യ്. പിന്നെ രണ്ടാമത് വറവിട്ടെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, കാണാനുള്ളൊരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള 2 പായസവും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.